നമസ്കാരം നമസ്കാരം ഡോക്ടർ. ഒരുപാട് കഥയും ഒരുപാട് ഓർമ്മകളും ഒരുപക്ഷെ ആതുര സേവന രംഗത്ത് ഡോക്ടർക്ക് പങ്കുവെക്കാനും അനുഭവങ്ങൾ ഏറെയാണ്. ശരിക്കും ഇന്നത്തെ ഈ ഒരു ദിവസം ഡോക്ടേഴ്സ് ഡേ ആണ്. എന്താണ് ഡോക്ടർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്? ഡോക്ടേഴ്സ് ഡേയിൽ ഡോക്ടേഴ്സ് ഡേ ഇന്ത്യയിൽ ആചരിക്കുന്നത് ബിധാൻ ചന്ദ്ര റോയ് എന്ന ബംഗാളിലെ പ്രസിദ്ധനായ ഡോക്ടറും മുഖ്യമന്ത്രിയുമായിരുന്ന അദ്ദേഹത്തിൻ്റെ ജന്മദിനവും ചരമദിനവും കൂടെ ഒരുമിച്ച് വരുന്ന ജൂലൈ 1-നാണ്. ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഡോക്ടർമാരുടെ കടമകളെപ്പറ്റിയും അവരോട് പൊതുജനം കാണിക്കേണ്ട സമീപന രീതിയെപ്പറ്റിയും ആൾക്കാരെ ബോധവാന്മാരാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ്. IMA പോലുള്ള സംഘടനകൾ ഡോക്ടേഴ്സെ വളരെ വിപുലമായി ആഘോഷിക്കാറുണ്ട്. ഒരുപക്ഷെ ഞാൻ പലപ്പോഴും ഞാനൊരു തിരുവനന്തപുരം ജില്ലക്കാരിയാണ്. പക്ഷേ ഇവിടെ നാട്ടിൽ വന്ന സമയം മുതൽ കുറുപ്പ് ഡോക്ടറുടെ ഹോസ്പിറ്റൽ എന്ന് അന്ന് മുതൽ കേട്ട് തുടങ്ങിയതാണ്. ഈ ഹോസ്പിറ്റലിൻ്റെ പിന്നിൽ ഉള്ള ഒരു ചെറിയ കഥ ഡോക്ടർ ഒന്ന് പങ്കുവെക്കാമോ? ഞാൻ പ്രാക്ടീസ് തുടങ്ങിയത് മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറായിട്ടാണ്. ട്യൂട്ടർ എന്നായിരുന്നു അന്ന് ആദ്യം നമ്മൾ കയറുമ്പോൾ. മെഡിക്കൽ കോളേജ് സർവീസായിരുന്നു എനിക്കിഷ്ടം. പക്ഷേ മെഡിക്കൽ കോളേജ് സർവീസിൽ അന്നത്തെ ശമ്പളം വളരെ തുച്ഛമായിരുന്നു. ശമ്പളം മാത്രം വെച്ച് കുടുംബം നടത്തിക്കൊണ്ട് പോകാൻ വിഷമമാണെന്ന് തോന്നിയപ്പോഴാണ് പ്രൈവറ്റ് പ്രാക്ടീസിനെ പറ്റി ആലോചിക്കുകയും അങ്ങനെ പ്രൈവറ്റ് പ്രാക്ടീസിനായിട്ട് കരുനാഗപ്പള്ളിയിലൊരു ആശുപത്രിയിൽ AM ഹോസ്പിറ്റലിൽ വന്ന് ജോയിൻ ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ സ്വന്തമായി തുടങ്ങാനുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അതിന് എൻ്റെ വൈഫിൻ്റെ അച്ഛൻ ഉള്ള നിർബന്ധപൂർവ്വം എന്നെ പ്രേരിപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ആശുപത്രി തുടങ്ങുന്നത്. RCPM എന്ന ആശുപത്രിയുടെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ പേരിലാണ്. അദ്ദേഹം ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് തന്നെ അദ്ദേഹം മരിച്ചുപോയി. ഇപ്പോൾ പിന്നെ മരണശേഷമെങ്കിലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിക്കുമെന്ന് അങ്ങനെ തുടങ്ങിയതാണ്. ശരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഹോസ്പിറ്റൽ എന്നതിലുപരി ഒരു ഒരു ബിസിനസ് ആശയം അങ്ങനെ ഒന്നും മുന്നിലല്ലാതെ ഒരുപാട് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാം. പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ ഞാൻ ഇൻവോൾവ് ആവുന്നത് 2008-ലാണ്. 2008 ഇങ്ങനെ പാലിയേറ്റീവ് കെയർ എന്നൊരുതിനെപ്പറ്റി ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ല, പ്രാക്ടീസൊന്നും ചെയ്തിട്ടില്ല. മെഡിക്കൽ കരിക്കുലത്തിൽ പാലിയേറ്റീവ് കെയർ ഉൾപ്പെടുത്തിയിട്ടേ ഇല്ലായിരുന്നു. മെഡിക്കൽ കരിക്കുലത്തിൽ പാലിയേറ്റീവ് കെയർ ഉൾപ്പെടുത്താൻ തുടങ്ങിയത് ഈ 2018 മറ്റോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പഠിച്ച സമയത്ത് ഞാൻ 1972 MBBS പാസ്സായ ആളാണ്. ആ സമയത്തൊന്നും കരിക്കുലത്തിൽ ഇങ്ങനെ പാലിയേറ്റീവ് കെയറിനെ പറ്റി പറഞ്ഞിട്ടില്ല. ക്യൂറേറ്റീവ് മെഡിസിനും പ്രിവെൻറ്റീവ് മെഡിസിനും ആയിരുന്നു അന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ക്യൂറേറ്റീവ് അവസാനിക്കുന്നിടത്ത് പിന്നെ എന്ത് ചെയ്യണമെന്നതിനെപ്പറ്റി പല മതഗ്രന്ഥങ്ങളിലൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നല്ലാതെ ഒന്നും നമ്മുടെ പഠിക്കാനുള്ള സിലബസിലൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരിക്കൽ ശരിക്കും പറഞ്ഞാൽ ഒരു മാതൃഭൂമി പത്രത്തിൽ വന്നൊരു വാർത്തയാണ് എനിക്ക് വളരെ പ്രചോദനകരമായിട്ട് തോന്നിയത്. അത് ഡോക്ടർമാർ തുടങ്ങിയതല്ല, മലപ്പുറം ജില്ലയിലെ കുറേ ബസ് ജീവനക്കാർ, പ്രൈവറ്റ് ബസ് ജീവനക്കാർ ഇങ്ങനെ കിടപ്പ് രോഗികൾക്ക് അവരുടെ വീട്ടിൽ ചെന്ന് സഹായിക്കുന്നെന്നും അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം അതിനായിട്ട് മാറ്റിവെക്കുന്നെന്നും എന്ന് പറഞ്ഞ് തുടങ്ങി. ആ സമയത്ത് ഞാൻ ലോക്കൽ IMAയിലെ പ്രസിഡൻ്റ് കൂടിയായിരുന്നു. അങ്ങനെ ആയിരുന്നപ്പോഴാണ് എനിക്ക് ഒരാശയം തോന്നിയത്, ഇങ്ങനെ ബാക്കിയുള്ളവർ തുടങ്ങുന്നു, ഡോക്ടർമാർ തുടങ്ങുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് പാലിയേറ്റീവ് കെയറിനെ പറ്റിയുള്ള ആശയം ഉടലെടുത്തത്. പിന്നെ അങ്ങനെ ഇരുന്നപ്പോൾ പാലിയേറ്റീവ് കെയർ, പാലിയം ഇന്ത്യ എന്ന രീതിയിൽ ഡോക്ടർ രാജഗോപാൽ, MR രാജഗോപാൽ, പാലിയം ഇന്ത്യയിലെ പാലിയേറ്റീവ് കെയറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന അദ്ദേഹം ഒരു സംഘടന തുടങ്ങുകയും അതിൻ്റെ ഒരു യൂണിറ്റ് കൊല്ലത്ത് തുടങ്ങുകയും ചെയ്തു. ആ കൊല്ലം യൂണിറ്റുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടപ്പോൾ അതിൻ്റെ ഒരു യൂണിറ്റ് നമ്മുടെ ഹോസ്പിറ്റലിലും തുടങ്ങാമെന്ന് അവർ സമ്മതിക്കുകയും അങ്ങനെയാണ് പാലിയേറ്റീവ് കെയറിലേക്ക് ഞാൻ വന്നെത്തിപ്പെട്ടത്. ഒരുപക്ഷെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ ഒരു നല്ല കുറേ അനുഭവങ്ങളും കുറേ മോശം അനുഭവങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. മറക്കാനാവാത്തൊരു അനുഭവം ചോദിച്ചാൽ ഡോക്ടർ എന്തായിരിക്കും പറയുന്നത്? ഒരുപാട് മറക്കാനാവാത്ത അനുഭവങ്ങളുണ്ട്, നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. നല്ല അനുഭവമായിട്ട് പറയാം. ഒരു പേഷ്യൻ്റെ വളരെ മോശമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള ഒരു പേഷ്യൻ്റെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അന്ന് ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ബ്ലഡ് ബാങ്ക് ഇല്ല, അനസ്തെറ്റിസ്റ്റ് ഇല്ല, അങ്ങനെ ഒന്നും ഇല്ലാതിരുന്ന ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു പേഷ്യൻ്റെ ബ്ലീഡിങ് ആയിട്ട്, ഞാൻ പ്രസവ സംബന്ധമായ രോഗങ്ങൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട്
പ്രസവത്തിന് മുമ്പേ ബ്ലീഡിങ് തുടങ്ങി തീരെ അവശയായ നിലയിൽ കൊണ്ടുവന്ന ഒരു പേഷ്യൻറ്റുമായിട്ടായിരുന്നു ആദ്യമായിട്ട് അവർ വന്നത്. അവർ വന്നപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ അവർ നേരത്തെ മെഡിക്കൽ കോളേജിൽ പോയി കാണിച്ചാണ്. അവിടെ കിടക്കാൻ പറഞ്ഞിട്ട് അവർ കേൾക്കാതെ തിരിച്ചു പോകുന്നതാണ്. ബ്ലീഡിങ് ആയിട്ട് വന്നു. പേഷ്യൻ്റെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു. ഹസ്ബൻഡ് ശകലം നിരുത്തരവാദപരമായിട്ട് പെരുമാറുന്നതായിട്ട് എനിക്ക് സംശയം തോന്നി. അപ്പോൾ പിന്നെ വേറെ ആരോടും അങ്ങനെയൊന്നും ചോദിക്കാനില്ല. അന്ന് ഇത്രയും ലീഗൽ പ്രശ്നങ്ങളില്ലാതിരുന്ന സമയമായിരുന്നു. നോക്കിയപ്പോൾ എൻ്റെ ഗ്രൂപ്പ് അവർക്ക് തന്നെ ചേരുന്നതാണ്. അവർക്ക് എൻ്റെ ബ്ലഡ് തന്നെ കൊടുത്തിട്ട് ഞാൻ അവരെ ഓപ്പറേഷൻ ചെയ്ത് അവരെ ഇതിനെ രക്ഷിക്കാൻ പറ്റിയില്ല. പിന്നെപ്പോഴത്തേക്ക് മരിച്ചിരുന്നു. അവരെ രക്ഷിക്കാൻ കഴിഞ്ഞു. അതൊരു ഓർമ്മയിലിങ്ങനെ. തീർച്ചയായിട്ടും. കാരണം ആ ഒരു അവസ്ഥയിൽ ഒരു ഡോക്ടർ പകരം ഡോക്ടർ എന്നതിലുപരി ഒരു സത്യം പച്ചയായ ഒരു മനുഷ്യനായി മാറിയല്ലേ. തീർച്ചയായിട്ടും. മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാം, ഒരു പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ഡോക്ടർ MBBS എടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഗൈനക്കോളജി വിഭാഗം ഒരു പക്ഷേ അന്യമായിരിക്കും. ഒരുപാട് എതിർപ്പുകൾ അങ്ങനെ എന്തെങ്കിലും ഡോക്ടറിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്? ഗൈനക്കോളജി വിഭാഗത്തിൽ കൂടുതലും വന്ന സ്ത്രീകളായിരുന്നു. പക്ഷേ പ്രഗത്ഭന്മാരായ പല ആൺ ഡോക്ടർമാരുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഡോക്ടർ വേലായുധൻ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഞാൻ പഠിച്ചത്. അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ SIT ആശുപത്രിയിൽ വളരെയധികം പ്രാക്ടീസ് ഉണ്ടായിരുന്ന ആളായിരുന്നു ഡോക്ടർ വേലായുധൻ. അങ്ങനെ അദ്ദേഹത്തിൻ്റെയൊക്കെ കണ്ട ഇൻസ്പിറേഷനും അതൊരു കാരണമാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ ജീവിത വിജയം. ഒരുപാട് സന്തോഷം ഡോക്ടർ. ഇനി അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്രയേറെ യാത്രകൾ ചെയ്തു, ചിലപ്പോൾ ചിലയിടങ്ങളിൽ ഡോക്ടർ വീണുപോയി എന്ന് തോന്നുന്നിടത്ത് നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേറ്റു. ഒരുപാട് കഥകളിലൂടെ, ഇപ്പം ഡോക്ടർ സൂചിപ്പിച്ചത് ഒരു ചെറിയൊരു കഥയാണെങ്കിലും ലൈഫിൽ എത്രത്തോളം മറക്കാനാവാത്ത കുറേ ഓർമ്മകളുണ്ട്. ഇവിടെ വന്നൊന്ന് തിരിഞ്ഞു നിൽക്കുമ്പോൾ ശരിക്കും ഡോക്ടർക്ക് എന്താണ് തോന്നുന്നത്? എല്ലാ ഡോക്ടർമാർക്കും തോന്നുന്ന പോലെ തന്നെ എല്ലാ ഡോക്ടർമാരുടെയും ജീവിതത്തിൽ ഇങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു പേഷ്യൻറ്റിനെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ അനുഭവങ്ങൾ കാണും. പിന്നെ നമ്മുടെ അല്ലാത്ത കാരണങ്ങൾ കൊണ്ട് രക്ഷിക്കാൻ കഴിയാതെ പോയ കഥകളുണ്ടാവും. തീരെ നിവൃത്തിയില്ലാത്തടത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന് പോയ കഥകളുണ്ടായിരിക്കും. ഇതെല്ലാം എൻ്റെ ജീവിതത്തിലുമുണ്ട്. ചില കാര്യങ്ങളിൽ നമുക്ക് അറിഞ്ഞോ അറിയാതെയോ പറ്റിയ മിസ്റ്റേക്കിൻ്റെ പേരിൽ രോഗി ഒരുപാട് സഹിക്കേണ്ടി വന്ന സാഹചര്യങ്ങളുണ്ടാവും. അതെല്ലാം ഇങ്ങനെ മനസ്സിലുണ്ട്. ഇനി ആസ് യൂഷ്വൽ ഒരു ഡോക്ടർ എന്ന രീതിയിൽ ചോദിക്കണം, ഇപ്പം നമ്മൾ പൊതുവേ കാണാറുണ്ട്, ഇപ്പം ഒരുപക്ഷെ ഡെലിവറി സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് മരണം സംഭവിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ബ്ലീഡിങ് സംഭവിക്കുക, ഒരുപക്ഷെ അതിൻ്റെ പേരിൽ ഒത്തിരി കുത്തുവാക്കുകളും ഒക്കെ ഡോക്ടേഴ്സിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ കാണുന്നില്ല, പല ഡോക്ടേഴ്സിനും. പക്ഷേ പലപ്പോഴും ഞാൻ വായിച്ച് കേട്ടും അല്ലാതെ അറിയുന്ന കുറച്ച് വിശേഷങ്ങളുണ്ട്. അതായത് ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ് ചിലപ്പോൾ നമുക്ക് അൺകൺട്രോളബിൾ ആയിരിക്കും, നമുക്കത് തടഞ്ഞു നിർത്താൻ പറ്റില്ല. ആ ഒരു അവസ്ഥയെക്കുറിച്ച് ഒന്ന് പറയാം. അത്തരം അവസ്ഥകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ആശുപത്രിയിൽ തന്നെ പ്രത്യേകിച്ച് ഒരു രോഗവുമില്ലാതെ വന്ന് പ്രസവത്തിന് കയറ്റുന്നു, പ്രസവം കഴിയുന്നു, പെട്ടെന്ന് പേഷ്യൻറ്റിൻ്റെ BP പോകുന്നു, ശ്വാസം നിലയ്ക്കുന്നു, മരിച്ചു പോകുന്നു. സഡൻ ഡെത്ത് എന്ന് നിങ്ങൾ പറയുന്നു. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം എന്നാണ് അതിൻ്റെ കാരണമായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് പുറത്ത് നിൽക്കുന്ന ആൾക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പാടാണ്. എന്തോ നമ്മുടെ കയ്യബദ്ധം കൊണ്ട് പറ്റിയതാണെന്ന് എത്ര ആയാലും വിചാരിക്കത്തുള്ളൂ. അങ്ങനെ ചില ഇൻസിഡൻസ് എൻ്റെ ആശുപത്രിയിൽ ഉണ്ടായിട്ടുണ്ട്. അന്നേരമൊക്കെ ഈ ബൈസ്റ്റാൻഡേഴ്സിനെ ഡീൽ ചെയ്യുക എന്നത് വളരെ വിഷമം പിടിച്ചൊരു കാര്യമാണ്. അവർ പലപ്പോഴും നമ്മളെ ഫിസിക്കലായിട്ട് തന്നെ ആക്രമിക്കാൻ വരെ മുതിരാറുണ്ട്. ഏതായാലും എന്തോ ഭാഗ്യം കൊണ്ട് ഏതായാലും ഇതുവരെ ഇങ്ങനെ ആക്രമണത്തിന് നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷേ അബ്യൂസീവ് വേർഡ്സ് ഒക്കെ പലപ്പോഴും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ചിലപ്പോഴൊക്കെ ഞാനിവിടെ പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഇത്രയും കൊല്ലമായി, ചില എന്നോട് തർക്കിക്കാൻ വരുന്നവരും എന്നെ ചീത്ത പറയാൻ വരുന്നവരും ഒക്കെ ഞാൻ തന്നെ ഭൂമിയിലേക്ക് ഇറക്കി വിട്ടും തലതൊട്ടപ്പനായിട്ട് ഞാൻ തന്നെ പ്രസവം എടുത്ത കുട്ടികളോട് എഴുതിയിട്ടുണ്ട്. അന്നേരമൊക്കെ വിഷമം തോന്നാറുണ്ട്. എന്നാലും അതുപോലെ നമ്മളോട് സ്നേഹം കാണിക്കുന്ന രോഗികളുണ്ട്. ശരിക്കും ഒരുപാട് തലമുറകളെ ഇങ്ങനെ എന്താ പറയുക കൈകളിലേക്ക് വാങ്ങാൻ കഴിഞ്ഞ അതൊരു അഭിമാന നിമിഷമാണ്, ഭാഗ്യ നിമിഷമാണ്. ഈവൻ ഇത് നമ്മൾ പറയുമ്പോഴും നമ്മുടെ റേഡിയോയിലുള്ള RJ നക്ഷത്രയെ കൈകളിൽ വാങ്ങിയത് ഡോക്ടറാണ്. അപ്പോൾ അതൊരു വലിയ എന്ന് വെച്ചാൽ നമുക്കതൊരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഓരോ ജീവനും കൈകളിലേക്ക് വരുമ്പോൾ ഡോക്ടർക്ക് എന്താണ് ആ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ കൈകളിലേക്ക് വാങ്ങിയ കുട്ടികൾ തന്നെ അവരുടെ പ്രസവത്തിന് ഇവിടെ വരുന്നു. അവരുടെ കുട്ടിയെ ഞാൻ തന്നെ കൈകളിലേക്ക് വാങ്ങുന്നു. അങ്ങനെ 2 തലമുറ കുട്ടികളെ കൈയിലേക്ക് വാങ്ങാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. ജഗദീശ്വരനോട് നന്ദി പറയുന്നു. ഒരുപാട് സന്തോഷം ഡോക്ടർ. ഇനിയിപ്പോൾ ഡോക്ടറുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു സ്വപ്നം എന്ന് പറയുന്നത് എന്താണ്?
ഈ വൈകിയ വേളയിൽ ഇനി എന്ത് സ്വപ്നങ്ങൾ? ഒരു എന്താ സ്വപ്നം ഇനിയിപ്പോൾ അങ്ങനെ അല്ലേ? പാലിയേറ്റീവ് കെയറിലാണ് ഇപ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പാലിയേറ്റീവ് കെയർ ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഇവിടെ വേറെ പാലിയേറ്റീവ് കെയർ ഒന്നും ഉണ്ടായിരുന്നില്ല. കരുനാഗപ്പള്ളിയിൽ ആദ്യത്തെ പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനമായിട്ട് തുടങ്ങിയത് ഞാനാണ്. അത് ഇപ്പോൾ പല സംഘടനകളും ഏറ്റെടുത്തിട്ടുണ്ട്. അവരുമായിട്ടെല്ലാം സഹകരിച്ച് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പാലിയേറ്റീവ് കെയറിൽ ഇപ്പോൾ സർക്കാരും പാലിയേറ്റീവ് കെയർ ഒരു ഇതിൻ്റെ വിഭാഗമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. പാലിയേറ്റീവ് കെയർ നല്ലോണം നടന്നു പോകണം. കഴിയുന്നിടത്തോളം കാലം അവരെ ഇങ്ങനെ സഹായിക്കണം. ഒരു പക്ഷേ ഡോക്ടറുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു നാഴികക്കല്ലെന്ന് പറയാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു ഒരു അടിസ്ഥാന സൗകര്യവും ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുമിച്ചൊരു 5 പ്രസവം, ഒരുപക്ഷെ നമ്മുടെ ഓണാട്ടുകരയിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒറ്റ ഡെലിവറിയിൽ 5 കുട്ടികളുടെ നോർമൽ ഡെലിവറി ആയിട്ട് പ്രസവം എടുക്കാൻ കഴിയും. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അഡ്വാൻസ് ആയിട്ട് സ്കാനിങ് സൗകര്യവും എല്ലാം എത്ര കുട്ടികളുണ്ട്, കുട്ടികളുടെ ഹാർട്ട് ബീറ്റ് എല്ലാം ഉൾപ്പെടെ അറിയാം. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ഡോക്ടറിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഒരു ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടി, കുട്ടികളുണ്ടാവാത്ത കണ്ടീഷനിൽ ചികിത്സയ്ക്ക് വേണ്ടി വന്ന ഒരു സ്ത്രീയായിരുന്നു. അവർ ഒരു കുടുംബമായിരുന്നു. കുടുംബത്തിൽ അവർക്ക് ഹസ്ബൻഡ് ഗൾഫിലാണ്. വരുന്ന സമയത്ത് ഗർഭിണിയാവണം. അതിനുവേണ്ടി നമ്മൾ ഗർഭിണിയാവാനുള്ള മരുന്ന് കൊടുത്തു. ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ മനസ്സിലായി അത് 1-ൽ കൂടുതൽ കുട്ടികളുണ്ടെന്നുള്ള കാര്യം. സ്കാനൊന്നും അത്ര പോപ്പുലർ അല്ലായിരുന്നു ആ സമയത്ത്. എന്നാലും അവരെ വിട്ട് ഞാൻ സ്കാൻ ചെയ്യിച്ചിരുന്നു. സ്കാൻ ചെയ്തപ്പോൾ 4 കുട്ടികൾ എന്നാണ് റിപ്പോർട്ട് വന്നത്. 4 കുട്ടികളെന്ന് റിപ്പോർട്ട് വന്നു. അന്ന് അങ്ങനെ ഫീറ്റൽ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികളുണ്ടെങ്കിൽ 1-2 എണ്ണത്തിനെ കളയുന്ന തരത്തിലുള്ള ചികിത്സ ഒന്നും പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് അവർ 4 പേരും കൂടെ തന്നെ വളരട്ടെ എന്ന് വിചാരിച്ച് അതിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം രാത്രിയിൽ അവർ പെയിനായിട്ട്, ഡേറ്റ് ആവുന്നതിന് കുറച്ച് മുമ്പ് പെയിനായിട്ട് ആശുപത്രിയിൽ വന്നു. ഞാൻ നോക്കിയപ്പോൾ അവർ ഇൻ ലേബറാണ്. ലേബർ എന്ന് പറഞ്ഞാൽ പ്രസവത്തിൻ്റെ പ്രോസസ്സൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അവരെ വലിയ ഏതെങ്കിലും ആശുപത്രിയിലേക്ക്, അന്ന് വലിയ ആശുപത്രിയിൽ പോകണമെങ്കിൽ തിരുവനന്തപുരം വരെ പോകണം, SIT വരെ പോകണം. അവിടത്തേക്ക് വിടാനുള്ള കണ്ടീഷനിലായിരുന്നില്ല. കാരണം വിട്ടാൽ അവർ ആംബുലൻസിൽ വെച്ചോ അല്ലെങ്കിൽ പോകുന്ന കാറിൽ വെച്ചോ പ്രസവിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അവരെ പ്രസവത്തിനായിട്ട് ഏറ്റെടുത്തപ്പോൾ അറിയാമായിരുന്നു 4 കുട്ടികളുള്ള പ്രസവമാണ്, ഒരുപാട് കോംപ്ലിക്കേഷൻസ് പ്രസവത്തിൻ്റെ സമയത്ത് വരാം എന്നൊക്കെ അറിയാവുന്നതാണ്. എന്നാലും ഞാനതങ്ങ് ഏറ്റെടുത്തിട്ട് പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് 1-ൽ കൂടുതൽ കുട്ടികളെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത് എക്സ്റേ ആയിരുന്നു. അന്ന് എക്സ്റേ ആയിരുന്നപ്പോൾ എക്സ്റേയിൽ 2 കുട്ടികളെ കണ്ടാൽ പ്രസവം എടുക്കുന്ന ആൾ 3 കുട്ടികൾക്ക് വേണ്ടി തയ്യാറായിരിക്കണം, 3 കുട്ടികളെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം എന്ന് അന്ന് എന്നെ പഠിപ്പിച്ച പ്രൊഫസർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഇഫ് റേഡിയോളജിസ്റ്റ് N നമ്പർ, എന്ന് പറഞ്ഞ ഒരു ഹൈപ്പോത്തറ്റിക്കൽ നമ്പർ, 2 or 3 എത്രയാണോ ഞാൻ പറയാം, റേഡിയോളജിസ്റ്റ് അങ്ങനെ ഞാൻ പറഞ്ഞാൽ 2 പറഞ്ഞാൽ നമ്മൾ പ്രസവം എടുക്കുന്ന ആൾ 3 എണ്ണത്തിന് തയ്യാറായിരിക്കണം. അതിപ്പോൾ 3 എന്ന് പറഞ്ഞാൽ 4-ന് തയ്യാറായിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആ ഓർമ്മ എന്നിൽ കടന്നിരുന്നത് കൊണ്ട് 4 അന്നത്തെ സ്കാൻ ചെയ്ത ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ 5 എണ്ണത്തിന് തയ്യാറായിരുന്നു. N+1 എന്ന ഫോർമുല പ്രകാരം അങ്ങനെ പ്രസവിച്ചപ്പോൾ അത് 5 കുട്ടികളായിരുന്നു. ഇതിനെപ്പറ്റി എനിക്ക് എൻ്റെ മെച്ചമൊന്നും അല്ല പറയുന്നത്, അത് ദൈവാധീനമെന്നേ പറയാനൊക്കെയുള്ളൂ. 5 കുട്ടികളും കോംപ്ലിക്കേഷനൊന്നും ഇല്ലാതെ വജൈനൽ ഡെലിവറി ആയിട്ട് അന്നത്തെ കാലത്തും ഇത് ആലോചിക്കാൻ പറ്റുന്ന കാര്യമല്ല. നേരത്തെ വന്നിരുന്നെങ്കിൽ ഞാനും അത് സിസേറിയൻ തന്നെ ചെയ്യത്തുള്ളായിരുന്നു. സിസേറിയൻ ചെയ്യാനുള്ള സമയം കിട്ടാഞ്ഞതുകൊണ്ടാണ് അത് ഡെലിവറിയിലേക്ക് പോയത്. ദൈവകൃപയാൽ 5 കുട്ടികളും സുഖമായിട്ട് വന്നു. ഒരു കുട്ടിക്ക് 1000 ഗ്രാമിൽ താഴെ തൂക്കം ഉണ്ടായിരുന്നുള്ളൂ, 1000 ഗ്രാമിൽ താഴെ തൂക്കം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതും സർവൈവ് ചെയ്തു. അതിലെ വളരെ ആഹ്ലാദകരമായ കാര്യം, അത് 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളുമായിരുന്നു. ഈ 3 പെൺകുട്ടികളുടെ വിവാഹം ഈയിടെ അടുത്തിടയ്ക്ക് നടന്നു. അവരെന്നെ വിളിച്ചിരുന്നു, എനിക്കും അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. ശരിക്കും നമ്മുടെ ഹോസ്പിറ്റലിന്, RCPM എന്ന ഹോസ്പിറ്റലിന് ഇതുവരെ ഒരു പരസ്യമോ അതല്ലെങ്കിൽ മറ്റൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. ശരിക്കും എന്താണ് ഡോക്ടർ അങ്ങനെ ഒരു ലെവലിലോട്ട് ചിന്തിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? പരസ്യം കൊടുക്കുന്നതിനെ പറ്റി നേരത്തെ പഠിച്ചിറങ്ങിയതിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. നേരത്തെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഡോക്ടർമാർ പരസ്യം കൊടുക്കരുത് എന്നായിരുന്നു അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഡോക്ടർമാരെ അഥവാ ഒരു
ക്ലിനിക്ക് തുടങ്ങുകയാണെങ്കിൽ തന്നെ വളരെ ചെറിയ രീതിയിലുള്ള പരസ്യം, ഇങ്ങനെ ക്ലിനിക്ക് തുടങ്ങുന്നു, ഇന്ന വിഭാഗം ഡോക്ടർമാർ കാണുമെന്ന് പറഞ്ഞൊരു പരസ്യത്തിൽ കൂടുതൽ പിന്നെ കൊടുക്കരുത്. സിനിമ സ്ലേഡായിട്ട് പ്രദർശിപ്പിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പോലെ ഓരോ റീൽസ് ഇറക്കുക ഒന്നും പാടില്ലെന്നായിരുന്നു അന്നത്തെ പഠിപ്പിക്കുക. ഇപ്പോൾ പക്ഷേ അതെല്ലാം മാറി. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ പരസ്യം കൊടുക്കുന്നുണ്ട്. ഹൈവേയിൽ കൂടെ ഒക്കെ പോയാൽ കാണാം, ഇത്ര കിലോമീറ്റർ ഇന്ന ഹോസ്പിറ്റൽ ഇത്ര കിലോമീറ്റർ എന്ന ബോർഡുകൾ കാണാം. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പഴയ രീതിയിൽ അങ്ങനെ പഠിച്ചതുകൊണ്ടായിരിക്കാം പരസ്യം കൊടുക്കുന്നതിൽ ഞാൻ വിമുഖനായിരുന്നു. ഡോക്ടർ, അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ നിലവിൽ ഏതൊക്കെ സ്പെഷ്യാലിറ്റികളാണ് പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ ഗൈനക്കോളജി ആൻഡ് ഒബ്സ്റ്ററ്റിക്സ്, വിമൺ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റലായിട്ടാണ് പ്രധാനമായിട്ട് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതുകൂടാതെ മെഡിസിൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, കാർഡിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പൾമനോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ദന്തൽ ഡിപ്പാർട്ട്മെൻറ്റ്, ENT ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പം നിലവിൽ ഹോസ്പിറ്റലിൻ്റെ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ എത്രത്തോളം? പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളിൽ വേറെ ഡോക്ടർമാരും ഇൻവോൾവ് അല്ല. ഞാനും സിസ്റ്റർ ശ്രീദേവി ദിലീപ് എന്ന സിസ്റ്ററുമാണ് പ്രധാനമായിട്ടും പാലിയേറ്റീവ് കെയറിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് തരുന്നത്, ബേസിക് സപ്പോർട്ടെല്ലാം തരുന്നത് കൊല്ലം പാലിയേറ്റീവ് കെയറിൽ നിന്നുള്ള ആൾക്കാരാണ്. അവിടുന്ന് ഡോക്ടർ രാധാബായിയും അവരുടെ ടീമും കൂടെ വന്നുകൂടാണ് ഇവിടെ OP ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഹോം വിസിറ്റിലും അവരാണ് വരുന്നത്. ഞങ്ങളുടെ ഇപ്പോഴത്തെ പാലിയേറ്റീവ് കെയർ പരിചരണം മാസത്തിൽ 2 തിങ്കളാഴ്ച, ഒന്നിടവിട്ട് തിങ്കളാഴ്ച, ആൾട്ടർനേറ്റ് മൺഡേയ്സ് OP നടത്തുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം. പിന്നെ വിളിക്കുന്നതിനനുസരിച്ച് പരിസര പ്രദേശങ്ങളിലുള്ള ഹോം വിസിറ്റുകളും നടത്തുന്നുണ്ട്. പിന്നെ പല വിധത്തിലുള്ള ഉപകരണങ്ങളൊക്കെ കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഓക്സിജൻ കോൺസെൻട്രേറ്റർ, ഹോസ്പിറ്റൽ ബെഡുകൾ, പിന്നെ വിവിധ തരം ട്യൂബുകൾ വേണ്ടി വന്നാൽ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ അതിന് സർവീസ് മാറ്റി കൊടുക്കുക, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചെയ്യും. ഇനി അടുത്തതായിട്ട് ചോദിക്കാൻ പോകുന്ന കാര്യം, ഒരുപക്ഷെ പലർക്കും ഡോക്ടറിനെ അറിയാം. ഡോക്ടറിൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കൈകളിൽ ഒരുപാട് പുതിയ പിറവിക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ ജീവിതത്തിലൂടെ യാത്ര ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവരെല്ലാം ഒരുപക്ഷെ നമ്മുടെ ഈ വീഡിയോയും നമ്മുടെ ഓഡിയോയും കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഡോക്ടർ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഒരുപക്ഷെ അതൊരു ടാസ്ക് നിറഞ്ഞ കാര്യമായിരിക്കും. കാരണം ഡോക്ടറുടെ ജീവിതത്തിൽ ഇവരെല്ലാവരെയും ഒറ്റ പ്ലാറ്റ്ഫോമിൽ ഒരുപക്ഷെ ഇതുവരെ കണ്ടിട്ടില്ലായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇവരെല്ലാവരും ഡോക്ടറിനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത് ഡോക്ടർ? ഡോക്ടേഴ്സ് ഡേയിൽ എനിക്ക് പറയാനുള്ളത്, ഗീവ് ദി ഡോക്ടർ ഹിസ് ഷെയർ, ഹിസ് ഓർ ഹെയർ ഷെയർ. ഡോക്ടർക്ക് എന്താണ് നമ്മൾ പറയുന്നത്, ഡോക്ടർക്ക് അർഹിക്കുന്ന അംഗീകാരം കൊടുക്കുക. അനർഹമായതൊന്നും കൊടുക്കണ്ട. ഡോക്ടർമാരും മനുഷ്യരാണ്, അവരെ ദൈവങ്ങളായിട്ട് കണക്കാക്കരുത്. അവർ മനുഷ്യരാണ്. അവർ നല്ല മനുഷ്യരായിരിക്കാൻ നിങ്ങളോട് സഹകരിക്കുക. ഡോക്ടറുടെ ജോലി എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റ് എന്നാണ് പറയുന്നത്. ഡോക്ടറുടെ ജോലി പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. ആരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നൊരു ചോദ്യം വരാറുണ്ട്. ഡോക്ടർ ആദ്യമായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് പേഷ്യൻറ്റിനെയാണ്. രണ്ടാമതായിട്ട് പണ്ടൊക്കെ അതിന് അവിടെ വെച്ചങ്ങ് നിർത്തുമായിരുന്നു. ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് ഡോക്ടേഴ്സ് ഡ്യൂട്ടി ഈസ് ടു പ്രൊട്ടക്ട് ദി പേഷ്യൻ്റ് അറ്റ് എനി കോസ്റ്റ് എന്നായിരുന്നു. ഇപ്പോൾ പക്ഷേ പുതിയ സാമൂഹ്യ പരിസ്ഥിതിയിൽ അത് മാത്രം പോരാ. പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി പേഷ്യൻ്റ് ഫസ്റ്റ്, ദെൻ കംസ് ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഡോക്ടർ ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ പല രോഗങ്ങളും തിരിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങോട്ട് തിരിച്ചു പിടിക്കും. എബോള പോലുള്ള രോഗങ്ങൾ വരുമ്പോൾ ഇമോഷണലായിട്ട് എടുത്തിയാടി പോയിട്ട് കാര്യമില്ല. ഡോക്ടർ അവരെ പരിശോധിക്കാൻ പോകുമ്പോഴോ അവരെ പരിചരിക്കാൻ പോകുമ്പോൾ വേണ്ട പ്രിക്കോഷൻസ് എടുത്തിരിക്കണം. അതാണ് പ്രൊട്ടക്റ്റ് യുവർ സെൽസ് എന്ന് പറയുന്നത്. പ്രൊട്ടക്റ്റ് യുവർ സെൽസ് ആൻഡ് പ്രൊട്ടക്റ്റ് ദോസ് അറൗണ്ട് വിത്ത് യു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ വരുന്ന സിസ്റ്റർ ഉണ്ടായിരിക്കും. അവരുടെ പ്രൊട്ടക്ഷനും എൻ്റെ ജോലിയാണ്. ഉദാഹരണത്തിന് ഞാനൊരു സർജറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. HIV പോസിറ്റീവായ ഒരാളെ സർജറി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആക്സിഡൻ്റലായിട്ട് എൻ്റെ കൈ മുറിഞ്ഞാൽ എനിക്കും HIV വരാം. അതുപോലെ തന്നെ എൻ്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന സിസ്റ്ററുടെ അല്ലെങ്കിൽ എന്നെ അസിസ്റ്റ് ചെയ്യുന്ന ആളിൻ്റെ കൈ മുറിഞ്ഞാൽ അവർക്കും ആ സൂക്കേട് വരാം. അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതും എൻ്റെ ജോലിയാണ്. അവർക്ക് അങ്ങനെ ഇഞ്ചുറി വരാതിരിക്കാൻ, അല്ലെങ്കിൽ അവർ വേണ്ട പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് അവരുടെ കാര്യം, ഡോക്ടറുടെ കാര്യമാണ്. പിന്നെ ഇപ്പോഴത്തെ പല പ്രശ്നങ്ങളിലും വരുന്ന വേസ്റ്റ് ഡിസ്പോസലിൽ വരുന്ന പ്രശ്നം, അത് നേരെ ചൊവ്വ ചെയ്തില്ലെങ്കിൽ ബയോളജിക്കൽ വേസ്റ്റ്
നേരെ ചൊവ്വേ ചെയ്തില്ലെങ്കിൽ അത് തന്നെ ഒരു പബ്ലിക് ഹെൽത്ത് ഹാസാർഡായിട്ട് വരും. ആ പബ്ലിക് ഹെൽത്ത് ഹാസാർഡായിട്ട് വരാതെ നോക്കേണ്ടതും ഡോക്ടറുടെ ജോലിയാണ്. സോ ദി പ്രൊട്ടക്ട് ദി സൊസൈറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ഡോക്ടറുടെ ജോലിയാണ്. ഇൻ റിട്ടേൺ സൊസൈറ്റി ഡോക്ടർക്കും അർഹമായ അംഗീകാരം കൊടുക്കും, പരിഗണന കൊടുക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അബ്യൂസീവ് ആയിട്ട് സംസാരിക്കുക, ആക്രമിക്കാൻ ശ്രമിക്കുക, പല സംഭവങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. വികാര തള്ളിച്ചയാൽ വന്ന ഡോക്ടറെ ആക്രമിക്കുന്നതായിട്ടും ലേഡി ഡോക്ടർമാർക്ക് പോലും ആക്രമണം നേരിടുന്നതായിട്ടും ഒരു ഡോക്ടർ മരിച്ചുപോയ കഥ തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട്. ആ രീതി ഉപേക്ഷിക്കുക. ഡോക്ടർക്ക് തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ അതിനെ നേരിടുക. വ്യവസ്ഥാപിതമായ മാർഗങ്ങൾ, അക്രമം ഒഴിവാക്കുക. ഡോക്ടർമാർക്ക് ജോലി ചെയ്യാൻ പറ്റിയ സാഹചര്യം ഉണ്ടാക്കുക. അതാണ് സമൂഹത്തോട് ഇപ്പോൾ പറയാനുള്ളത്. താങ്ക് യു ഡോക്ടർ. ഒരു പക്ഷേ നമുക്കറിയാം, ഒരു ജോലി എന്നതിലപ്പുറം ജീവൻ്റെ കാവലാൾ എന്ന് തന്നെ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയുന്ന ഒരു മേഖല തന്നെയാണ് ഡോക്ടർമാരുടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോലിയല്ല ഇത്, ജീവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, ജീവനെ കാവലാളായി നിൽക്കുന്ന വ്യക്തികൾ. അവരെ റെസ്പെക്റ്റ് ചെയ്യാനും അവരെ ബഹുമാനിക്കാനും അവരോട് കരുതലോടെ നിൽക്കാനും നമ്മൾ സമൂഹവും ശ്രദ്ധിക്കണം എന്നുകൂടിയാണ് ഡോക്ടർ അവസാനം നമ്മളോട് പറഞ്ഞു നിർത്തിയത്. ഈ ഒരു ഡോക്ടേഴ്സ് ഡേ തീർച്ചയായിട്ടും ഡോക്ടറിന് ഒരു നല്ലൊരു ആശംസകളും കൂടി ഞങ്ങൾ അർപ്പിക്കുന്നു. താങ്ക് യു ഡോക്ടർ.